ആദിദ്രാവിഡ ഭാഷയുടെ പൊരുളും വെളിച്ചവും അന്വേഷിക്കുന്ന തട്ടകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി. 7:30 വെളുപ്പിനെണീറ്റ് കുളിച്ച് കുറിയിട്ട് കുടുമയിൽ തെച്ചിപ്പൂ ചൂടി ഉണ്ണീരിക്കുട്ടി പുറപ്പാടൊരുങ്ങി. അരമടിശീല കെട്ടി അരിവാൾ ചുറ്റി ഉണ്ണീരി പുറപ്പെട്ടു. എൻ്റെ അച്ഛ, എൻ്റെ അമ്മേ, ഒരു കരിക്ക് കന്നിനെ വേണം. വാണിയംകുളം ചന്തക്ക് പോയി വരട്ടെ. അച്ഛനെ വണങ്ങി അമ്മയെ വണങ്ങി ഉണ്ണീരിക്കുട്ടി യാത്ര ചോദിച്ചു. പാളപ്പൊതിയും പാണക്കോലുമെടുത്ത് ഉണ്ണീര് മുറ്റത്തിറങ്ങി. അലരിത്തറയിൽ പാറക്കുട്ടിയെ കുമ്പിട്ട് കാൽത്തറയിൽ മലവായിയെ തൊഴുത് പടിപ്പുരയിൽ ഇറയത്തു വെച്ച ഓലക്കുടയെടുത്ത് ഗുരുവിനെ സ്മരിച്ച് ഗുരുനാഥന്മാരെ സ്മരിച്ച് ഉണ്ണീരി പടിക്കെട്ടിറങ്ങി. പനമ്പാട്ടെ പടിപ്പുരയിൽ ചെന്ന് ഉണ്ണീരി കമ്മളുകുട്ടിയെ തുണക്ക് കൂട്ടി. പുരാവൃത്തങ്ങളുടെ ഒരു മഹാപർവം തുറന്നുകൊണ്ടാണ് കോവിലൻ്റെ നോവൽ സജീവമാകുന്നത്. മനുഷ്യ അവസ്ഥകളുടെ, മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥകളുടെ, അവൻ്റെ ആദിദ്രാവിഡ പഴമയുടെ പൊരുകളിലേക്കെല്ലാം തട്ടകം നമ്മളെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. തട്ടകം അതിൻ്റെ ഒരു സ്ത്രൈണ ഭാവത്തിൽ നിന്നും പതുക്കെ 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 അതിൻ്റെ പൗരശീകരണമായ ഒരു പൂർത്തീകരണത്തിലേക്കാണ് തട്ടകം പതുക്കെ സജീവമായി അതിൻ്റെ ഒരു പൂർത്തീകരണം സാധ്യമാക്കുന്നത്. തട്ടകത്തിൻ്റെ അവസാനത്തിലേക്കെത്തുമ്പോൾ, തട്ടകത്തിൻ്റെ അവസാന പേജിലേക്കെത്തുമ്പോൾ തട്ടകം ഇങ്ങനെ വായിക്കാം. ഗുരുനിന്ന, ഗുരുദ്രോഹം, മാതാപിതാ ഗുരൂർ ദൈവം അറിയില്ലേ നിനക്ക്? അച്ഛൻ ഇനിയും പറയും, പറഞ്ഞു തീർക്കട്ടെ എന്നാശിച്ചു. അതുണ്ടായില്ല. ഭാരതമാതാവിന് ജയ് വിളിച്ചാൽ അതങ്ങനെ പഴുപ്പിച്ച് നാരായമാകും. അപ്പുക്കട്ടൻ അറ്റാകരണം പറഞ്ഞു. ഗാന്ധിജി ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയില്ല. കുഞ്ഞപ്പൻ ശാന്തനാവുകയാണോ എന്ന് തോന്നി. അയാൾ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. സുകുമാരകവിയുടെ കഥ കേട്ടിട്ടില്ലേ? ഗുരുവിനെ തെറ്റിദ്ധരിച്ചു എന്ന ഒറ്റ കാരണത്താൽ സുകുമാരൻ ഉമിത്തിരിയിൽ വെന്തു. അതെങ്കിലും ഓർത്തോളണം. ചീറ്റിയും തുമ്മിയും കുഞ്ഞപ്പൻ അങ്ങാടിക്ക് പോയി. അപ്പുകുട്ടൻ സ്വയം ദഹിച്ചു. ഗുരുനിന്ന ഉണ്ടായിട്ടില്ല. ഇല്ല, ഇല്ല, ഉണ്ടാവുകയുമില്ല. അച്ഛനോടോ? തെറ്റായിപ്പോയി എങ്കിൽ ചെയ്ത തെറ്റ് അച്ഛനോടാകുന്നു. മകൻ വിദ്വാനായില്ല, മകൻ വിദ്വാനാവില്ല. ആ തെറ്റ് തിരുത്തണം. അപ്പുക്കുട്ടൻ തിരുത്തും. എങ്ങനെ തിരുത്താൻ? സ്വന്തം ചിതയിൽ സുകുമാരകവി ശ്രീകൃഷ്ണ വിലാസമാലപിച്ചു. അതെ, അതെ, അച്ഛനു വേണ്ടി അതാവും അപ്പുക്കുട്ടൻ ചെയ്യുക. അവിടെ തട്ടകം അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട്, സ്വാർത്ഥകമാക്കിക്കൊണ്ട്, വായനക്കാരൻ്റെ മനനദേശ വ്യാപാരത്തിലേക്ക് ഇങ്ങനെ ഒരു പിടി കനൽ വാരിയെറിഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. അതെ, കണ്ടാണിശ്ശേരിയും മൂപ്പിലശ്ശേരിയുടെയും ഇതിഹാസമായി ഒരു ദേശ പൈതൃകത്തിൻ്റെ മഹാസംസ്കാരത്തെ ഉടലിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് തട്ടകം മനുഷ്യർക്കിടയിൽ സജീവമാകുന്നത്.